ഗൈസ് ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്കി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സമ്മറൊക്കെ ആയി, സമ്മർ സെറ്റായി, നല്ല അടിപൊളി സണ്ണൊക്കെയാണ്, വേറെ തന്നെ വൈബ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഗൈസ് ഇന്ന് ഡേ ഓഫ് ആയിരുന്നു. വിൻ്ററൊക്കെ ആയതുകൊണ്ട് വണ്ടി പ്രോപ്പറായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മൾ ചെറിയ കാർ വാഷിലൊന്നും കൊണ്ടുപോയാൽ തീരാത്തത്ര അഴുക്കുണ്ട്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ മൊബൈൽ ഡീറ്റെയിലിംഗ് സംഭവം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കമ്പനിയെ വിളിച്ചു, ഷൈനി ഡീറ്റെയിലിംഗ് എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആരും യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം അത് യൂസ് ചെയ്യുന്നത്. അവർ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടി നമ്മുടെ പാർക്കിങ്ങിൽ തന്നെ ഇട്ടാൽ മതി, അവർ തന്നെ വന്ന് സെറ്റ് ചെയ്തോളും, എല്ലാം ക്ലിയർ ചെയ്തോളും. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അതെങ്ങനെ സെറ്റപ്പ് എന്ന് ഞാൻ കാണിച്ചു തരാം. വൻ മാസിയാണ് ഗൈസ്. അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊരു ചെറിയൊരു വാൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല ഗൈസ്, പക്ഷേ ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ടുള്ള ജെന്യുവൻ റിവ്യൂ, സത്യസന്ധ റിവ്യൂ, അതാണ് റോയിക്കറ്റയ്ക്ക്. അങ്ങനെ ഗൈസ് കമ്പനി ഇവിടെ എത്തി. ഇത് ഷൈനി .ca എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, മൊബൈൽ ഡീറ്റെയിലിംഗ് കമ്പനിയാണ്. അവർ തന്നെ അവരുടെ സംഗതികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് അവർ വാക്യൂമൊക്കെ സെറ്റ് ചെയ്ത് പവർ വാഷ്, വൺ സെറ്റപ്പാണ് ഗൈസ്, വേറെ തന്നെ വരും. അപ്പോൾ അവരാദ്യം വാക്യൂമിൽ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് ഇച്ചിരി കഴിയുമ്പോൾ പറയാം. അവർ ആക്ച്വലി വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റി പ്രോപ്പർ വാക്യൂം ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് പറഞ്ഞ ടൈമിലല്ല ഇവിടെ വന്നത്. അപ്പോൾ എനിക്കൊരു ഡിസ്കൗണ്ടൊക്കെ തന്നു. ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ ഗൂഗിൾ റിവ്യൂ ഇടും, നമ്മൾ വലിയ വ്ളോഗറൊക്കെ ആയതുകൊണ്ട് വേറെ തന്നെ വൈവല്ലേ കേസ്. അങ്ങനെ ഗൂഗിൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമല്ലോ. അങ്ങനെ ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ് $50 ഡിസ്കൗണ്ട് തരാം. ആക്ച്വലി $150 ആയിരുന്നു. അതിൻ്റെ പുറത്ത് എനിക്ക് $50 ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കലിപ്പിൻ്റെ പുറത്ത് അവരെൻ്റെ വണ്ടിയെ സ്ക്രാച്ചൊന്നും ആക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. വൈബ് കണ്ടിട്ട് അവർ ആക്ച്വലി നല്ല വർക്കാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. സ്റ്റിൽ വാക്യൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജനറേറ്ററെ കണക്ട് ചെയ്ത് ഒരു വാക്യൂം കണക്ട് ചെയ്തേക്കുന്നത്, വാക്യൂം റൺ ചെയ്യുന്നത്. ആക്ച്വലി കണ്ടിട്ട് നല്ല വർക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ജനറേറ്ററെ കണക്ട് ചെയ്ത് വാക്യൂമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ്. വാക്യൂമിങ് അത്യാവശ്യം ടൈമൊക്കെ എടുത്താണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് $50 ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. $115 ആയിരുന്നു. എനിക്ക് ആ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ഇവരെനിക്കൊരു ചെറിയ ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ മാസികയിൽ ഇങ്ങനെ ഈ $50 ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ എനിക്കറിയത്തില്ല എക്സാക്ട്ലി ഒരു $60-something എനിക്ക് ആകുന്നുള്ളൂ, വിത്ത് ഇൻക്ലൂഡിങ് ടാക്സ്. അപ്പോൾ അതൊരു വലിയ ലാഭമായി പോയി. നോക്കാം ഫൈനൽ വർക്ക് കഴിഞ്ഞ് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് കമ്പനി. പിന്നെ സമ്മർ തുടങ്ങിയതായിട്ടുള്ള വൈബെല്ലാം അറിയാനുണ്ട്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലൊക്കെ അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള സെറ്റപ്പിൽ ആളുകൾ അവിടെ വന്നിരിപ്പുണ്ട്, വെയിലൊക്കെ കൊള്ളാനും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിലൊക്കെ ആളുകൾ വരും. അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ ഇരിപ്പൊക്കെ ഉണ്ട്. സമ്മറിനാണ് ഇപ്പോൾ ആക്ച്വലി അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ വെയിൽ വേണം. ഇനിയിപ്പോൾ അടുത്ത ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേനും നല്ല ചൂടാകും. അത്യാവശ്യം നടപ്പുകാരൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എങ്ങും കൊണ്ടുപോകണ്ടേ, സ്ട്രീറ്റിൽ തന്നെ ഇട്ടാൽ മതി. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്ക് വാട്ടറിൻ്റെ ആക്സസ്, പൈപ്പിൻ്റെ ആക്സസ് ഒക്കെ കൊടുക്കണം. അതൊന്നും വേണ്ട, എല്ലാവരുടെയും തന്നെ ഉണ്ട്. ഈ സംഭവം പ്രഷർ വാഷ് എന്ന് പറയുന്നത്, ഇതിട്ടാൽ വണ്ടി വെള്ളം അടിക്കും. അപ്പോൾ അതൊക്കെ നോക്കാം നമുക്ക്. ഇത് ആക്ച്വലി അവരത് വെള്ളമൊക്കെ അടിച്ച് ആദ്യം പ്രഷർ വാഷിട്ട് അടിച്ചു, പിന്നെ ഫസ്റ്റ് ബോട്ട് ആഡ് ചെയ്തു. പക്ഷെ അത് അവർ ഫിസിക്കലി അതങ്ങനെ ചെയ്തു. സംഭവം കണ്ടിട്ട് അടിപൊളിയാണ്. സർവീസിൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്.
ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇവർ ഷൈനി മൊബൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണ്. എനിക്ക് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ 1:30 ആയിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ടെക്നീഷ്യൻ 3 o'clock ആകുമ്പോൾ എത്തുമെന്ന്. ഞാൻ 3 o'clock നല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനിയും വരണ്ട. അപ്പോൾ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഗൂഗിളിൽ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഗൂഗിൾ റിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ സംഭവമാണ് ഗൈസ്. അപ്പോൾ ഗൂഗിൾ റിവ്യൂ ഇടുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തന്നെ ആണെങ്കിലും ഈ ഒരു കമ്പനിയെ വളരെ റാൻഡമായിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടപ്പോഴത്തേനും അവരെനിക്ക് ഡിസ്കൗണ്ട് വന്നു, $50 ഡിസ്കൗണ്ട് വന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വർക്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്ന്. ബിക്കോസ് $68 എനിക്ക് ഓൾ ടുഗെദർ ആയിട്ടുള്ളൂ. $115 ആയിരുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് ഇൻക്ലൂഡിങ് ടാക്സ് $60-something ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ ആ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനും എൻ്റെ ആ നെഗറ്റീവ് റിവ്യൂ എടുത്ത് കളയാനും വേണ്ടി മാത്രമായിട്ട് അവർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇതൊരു ടിപ്പായിട്ട് എടുത്തു. എന്തെങ്കിലും സംഭവം നമ്മൾ ബുക്ക് ചെയ്തിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ഇതുപോലെ നമ്മുടെ 10 ഫ്രണ്ട്സിനെ കൊണ്ട് നമ്മൾ നെഗറ്റീവ് റിവ്യൂസ് ഇടിക്കുമെന്ന്. കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് അല്ല, ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നിരിക്കും. അപ്പോൾ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇനി അടിപൊളി ട്രാവൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. കീപ് സപ്പോർട്ടിങ് റോവിക്കാറ്റേക്ക്. സൈനിങ് ഓഫ് ഫ്രം റോവിക്കാറ്റേക്ക്.